സ്നോമാനിങ് ഡേറ്റിംഗിലാണ്. അങ്ങനെ നിങ്ങളോട് ആരെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് വിചാരിക്കും? ഡേറ്റിംഗ് എന്ന് നമുക്ക് ഏറെ പരിചയമുള്ള ഒരു വാക്കാണ്. സ്നോമാനിങ് ഈ വാക്ക് അത്ര പരിചയം പോരാ. എന്നാൽ കേട്ടോളൂ, ഇപ്പോഴത്തെ ട്രെൻഡിങ് ഡേറ്റിംഗ് ആണിത്. ശൈത്യകാലത്ത്, പ്രത്യേകിച്ച് ക്രിസ്മസ്, ന്യൂ ഇയർ സമയങ്ങളിൽ മാത്രം ഒരാളുമായി ബന്ധമുണ്ടാവുകയും ആ സീസൺ കഴിയുന്നതോടെ ആ ബന്ധം അവസാനിക്കുകയും ചെയ്യുന്ന ഒരു ഡേറ്റിംഗ്. ഒരു സ്നോമാനെ പോലെ ശൈത്യകാലത്ത് ഉടലെടുക്കുകയും വെയിൽ വരുമ്പോൾ ഉരുക്കി പോവുകയും ചെയ്യുന്നത് പോലെ ഈ ബന്ധങ്ങൾക്കും അത്രയേ ആയുസുള്ളൂ. തണുപ്പ് കാലം കഴിയുമ്പോൾ ഇത് അവസാനിക്കും. സാധാരണയായി ഏകാന്തത ഒഴിവാക്കാൻ വേണ്ടിയാണ് ആളുകൾ ഈ താൽക്കാലിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത്. സ്നോമാനിങ് ഡേറ്റിംഗിന് ധാരാളം ഗുണങ്ങളുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതൊരു ഗൗരവകരമായ ബന്ധമല്ലെങ്കിൽ പോലും ചിലർ ഇതിനെ പോസിറ്റീവായാണ് കണക്കാക്കുന്നത്. അവധിക്കാലങ്ങളിൽ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളുമായി ഒത്തുചേരുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്നവർക്ക് ഇതൊരു ആശ്വാസമാണ്. ദീർഘകാല ഉത്തരവാദിത്തങ്ങളോ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളോ ഇല്ലാത്തതിനാൽ ഈ ബന്ധത്തിൽ താരതമ്യേന മാനസിക സമ്മർദ്ദം കുറവായിരിക്കും. കൂടാതെ കുറച്ചു കാലത്തേക്കാണെങ്കിലും പാർട്ടികളിലും യാത്രകളിലും കൂട്ടിന് ഒരാൾ ഉണ്ടാകുന്നത് സന്തോഷം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമല്ലേ. എന്നാൽ ഈ ഡേറ്റിംഗ് അപകട സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നതും മറ്റൊരു വസ്തുതയാണ്. ഡേറ്റിംഗ് സമയത്ത് രണ്ടുപേരിൽ ഒരാൾക്ക് യഥാർത്ഥ പ്രണയം തോന്നിയാൽ സീസൺ കഴിയുമ്പോൾ പിരിയുന്നത് വലിയ മാനസിക വിഷമത്തിന് കാരണമാകും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ഒരാൾ ഇത് വെറും തമാശയായി കാണുമ്പോൾ മറ്റൊരാൾ ഇത് ഗൗരവമായി എടുത്തേക്കാം. അവധിക്കാലം ആഘോഷിക്കാൻ വേണ്ടി മാത്രം തന്നെ ഒരാളെ കൂടെ നിർത്തി എന്ന തിരിച്ചറിവ് ചിലപ്പോൾ ആത്മവിശ്വാസത്തെ ബാധിച്ചേക്കാം. ഇത്തരം താൽക്കാലിക ബന്ധങ്ങൾ ദീർഘകാല അടിസ്ഥാനത്തിൽ വ്യക്തികൾക്ക് മാനസിക സംതൃപ്തി നൽകുന്നില്ല എന്നും വിലയിരുത്തുന്നുണ്ട്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറയും പോലെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ഡേറ്റിംഗും അടിപൊളിയാക്കാം. സംഭവം ഒന്നുമല്ല, ഒരാളുമായി ഡേറ്റിംഗ് തുടങ്ങുമ്പോൾ തന്നെ ഈ ബന്ധത്തെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യം പങ്കാളിയുമായി തുറന്നു സംസാരിക്കണം. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ഗൗരവകരമായ ബന്ധമാണോ അതോ താൽക്കാലികമായ ഒന്നാണോ എന്ന് പരസ്പരം സംസാരിച്ച് തീരുമാനിക്കണം. ഇത് പിന്നീടുണ്ടാകാനിടയുള്ള വിഷമങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. എന്തായാലും വിവാഹം എന്ന സങ്കല്പത്തിൽ നിന്നും മാറി നടക്കാൻ ആഗ്രഹിക്കുന്ന യുവതലമുറകൾക്കിടയിൽ ഈ സ്നോമാൻ ഡേറ്റിംഗ് ഒരു ട്രെൻഡിങ് ആവുകയാണ്.